ഇന്ന് ചില ആളുകൾക്കൊക്കെ കണ്ണ് മാറിയിട്ടുണ്ട്. ഉണ്ടാവും. സംഘടനയിൽ നിന്ന് സംഘടനയുടെ മേൽവിലാസത്തിൽ എന്തെല്ലാം ആർജിച്ചെടുക്കാൻ കഴിയുമോ ഭൗതികമായി, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദീനിൽപ്പെട്ടതല്ല അത്തരം ആളുകളെ പറ്റി മുത്തനബി സൂചന നൽകിയിട്ടുണ്ട്. ആകാശത്തിന് ചുറ്റിലുള്ള ഏറ്റവും ദുഷ്ടജന്തുക്കൾ അവരിലെ പണ്ഡിതന്മാരാകുന്നു എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ദുനിയാവും അള്ളാന്റെ വഴിയും സമന്വയിച്ചു പോകില്ല. ഷെയ്ഖുന ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു അവർ ജാമിഅനൂരിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ പലപ്പോഴും പറയാറുണ്ട്, ദുനിയാവും അള്ളാന്റെ ദീനിന്റെ അമാനത്തും അതിനോട് ഒന്നിച്ചു പോകണം. ദീനിന്റെ അമാനത്താണ് ഇൽമ നൽകപ്പെട്ട സ്ഥിതിക്ക് ആ ഇൽമ പ്രചരണം നടത്തുക, ഇൽമിയായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ്. പക്ഷെ പല ആളുകളും പല വസ്തുതകളും അന്യഥാ വ്യാഖ്യാനിക്കുകയും അലക്ഷ്യമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത് സാർവത്രികമാണ്. പള്ളി ഉണ്ടാക്കുക, അത് ഗൂഢാലോചനകളുടെ ഹെഡ് ഓഫീസാക്കുക, അത് മുത്തനബിന്റെ കാലത്തുണ്ടല്ലോ. പള്ളി ഉണ്ടാക്കി വല്ലദീന തഖദു മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു. ദുഷ്ടലാക്കോട് കൂടിയാ പള്ളി ഉണ്ടാക്കിയത്. മുനാഫിഖീങ്ങളാണ് ഉണ്ടാക്കണത്. മുനാഫിഖീങ്ങൾ നെറ്റിമേ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവില്ല മുനാഫിഖാന്ന്. അവരെ വിലയിരുത്തി അവലോകനം നടത്തിയിട്ട് ബോധ്യപ്പെടും. അവർ പറഞ്ഞ നബിയെ ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണം. തങ്ങൾ ഉദ്ഘാടനം ചെയ്താൽ സ്വീകാര്യത ലഭിക്കും. അങ്ങനെ ചില ആൾക്കാർ വളഞ്ഞ വഴിക്കാർ ചിന്തിക്കുന്നുണ്ട്. തങ്ങൾ ഉദ്ഘാടനം ചെയ്യണം, തങ്ങളുടെ ഫണ്ട് ആദ്യം കൊടുക്കണം, തങ്ങളുടെ വോയിസ് കിട്ടണം. ലക്ഷ്യം ബാത്തിലാണ്. അതുപോലെ തന്നെ അന്ന് പഠിപ്പിച്ചെന്നാ മുനാഫിഖീങ്ങൾ പഠിപ്പിച്ചതാണ്. മുത്തനബി പള്ളി ഉദ്ഘാടനം ചെയ്യണം, മുത്തനബി ഫണ്ട് ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ പള്ളിയിൽ പേരിട്ട് മുത്തനബി ഉദ്ഘാടനം ചെയ്താൽ തന്നെ പള്ളിയാവില്ല. പക്ഷെ മുത്തനബി ഉദ്ഘാടനം ചെയ്യാറുണ്ട്, അത് വളരെ സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു തആല അവസാന നിമിഷത്തിൽ പറഞ്ഞു. ആദ്യം മുത്തനബി പറഞ്ഞു ഞാൻ യുദ്ധത്തിന് പോകണം, തബൂക്കിലേക്ക് പോവാണ്, മടങ്ങി വന്നിട്ട് ആലോചിക്കാം. മടങ്ങി വന്നപ്പോൾ വീണ്ടും അവർ ചെന്നു. തങ്ങന്മാരെ കിട്ടുണ്ടല്ലോ, അങ്ങനെ എവിടെ ചാൻസ് വെച്ചാൽ അവിടെയൊക്കെ ചെന്നിട്ട് അവരെ ശല്യപ്പെടുത്തിയിട്ട് അവർ വോയിസും ക്ലിപ്പും മറ്റും മറിച്ചൊക്കെ വാങ്ങും. ലാ തഖും ഫീഹി അബദ, ഒരു കാരണവശാലും തങ്ങളോടൊപ്പം നിസ്കരിക്കരുത്. ലാ തഖും ഫീഹി അബദ, മുനാഫിഖീങ്ങൾ ഉണ്ടാക്കിയ ളിറാർ മസ്ജിദിൽ ഒരു കാരണവശാലും തങ്ങൾ നിസ്കരിക്കരുത്. അബദൻ, ഖിയാമത്ത് നാൾ വരെ നിസ്കരിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. തങ്ങൾക്ക് നിസ്കരിക്കാൻ ഇവിടെ 1-ാം നമ്പർ സ്വർണത്തിൻ്റെ പള്ളി, മുത്തനബിൻ്റെ മസ്ജിദുൻ നബവി, മസ്ജിദ് ഖുബ, ഇതൊക്കെ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളികളാണ്. അവിടെ നിസ്കരിച്ചാൽ മതി. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. പള്ളിയുടെയും സംവിധാനങ്ങളുടെയും സംരംഭങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ആളുകൾ ആരാണ് എന്നോട് നോക്കേണ്ടതുണ്ടെന്നാണ് ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. നിഷ്കളങ്കരായ ആത്മാർത്ഥരായ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിക്കുന്ന പ്രവർത്തകന്മാരുള്ള ഇടത്താണ് തങ്ങൾ ഉണ്ടാകേണ്ടത്. അവിടങ്ങളിലാണ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടത്. അവിടെയാണ് തങ്ങളുടെ കൈത്താങ്ങ്, പിൻബലം, പ്രോത്സാഹനങ്ങൾ, പ്രഭാഷണങ്ങൾ ഒക്കെ ഉണ്ടാവും. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. കാരണം ആത്മവിശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടും, അല്ലാത്തവരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകം ശ്രദ്ധേയനായ സ്മരണീയനായ CM ഉസ്താദ് അവരുകളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദ്യകാലങ്ങളിൽ വിശിഷ്യ ആത്മാർത്ഥരായി പ്രവർത്തിച്ചിരുന്ന പണ്ഡിതന്മാരെയും മാതൃകയാക്കി നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നേറണം, മുന്നോട്ട് കൊണ്ടുപോകണം. ആ രംഗത്ത് നാം മുന്നേറണം. കാരണം ഈ സംഘടനക്ക് ഈ നൂറ്റാണ്ടിൽ മാത്രമല്ല, നൂറ്റാണ്ടിൽ ഖിയാമത്ത് നാൾ വരെ ഒരുപാട് ഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.